കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് ഈ ഡൈവേഴ്സ് എന്നുള്ളത്. പ്രത്യേകിച്ച് റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് പെട്ടെന്ന് നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചനോട് 2 ആഴ്ച മാസങ്ങൾക്കുള്ളിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡൈവേഴ്സായി പോകാന്നുള്ള ഒരു സിറ്റുവേഷനിലാണുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു റിലേഷൻ, ഏത് റിലേഷൻ ആയാലും റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ ഒരു കപ്പിൾസിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻ ആവുമ്പം അവിടെ നമുക്ക് അവരുടെ ലാംഗ്വേജ്, ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതായത് എനിക്കുള്ളത് പോലെ ആവില്ല എൻ്റെ ഹസ്ബൻഡിന്, ഞാൻ ആസ്വദിക്കുന്ന കാര്യങ്ങളാവില്ല എൻ്റെ ഹസ്ബൻഡ് ആസ്വദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് പല ടൈപ്പ് ലവ് ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അതിൽ ഒന്നാണ് ഇപ്പം സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. നേരെ മറിച്ച് സമ്മാനത്തിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അപ്പം നമ്മൾ സമ്മാനം ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും കൊടുക്കുമ്പം രണ്ട് എഫക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണോ അല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവർക്ക് വലിയ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ടില്ല, സർപ്രൈസ്ഡ് ആയിട്ട് ചെറിയ ചെറിയ, ഇപ്പോൾ ഒരു മിഠായി ആണെങ്കിൽ പോലും അവർ പറയാതെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുവരെയുള്ള എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും പോകാൻ അവർക്ക് അത് മതിയാവും. മറ്റു ചിലർക്ക് അത് വാക്കുകളാണ്. നമ്മൾ വെർബലി നമ്മളെ ഹസ്ബൻഡ് നമ്മളെ അടുത്ത് വന്നിട്ടോ നീ ചെയ്തത് എനിക്ക് ഇഷ്ടമായിട്ടോ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് വളരെ നന്നായി എന്ന് പറഞ്ഞാൽ മതി, അവർ അതുവരെയുള്ള എല്ലാ പ്രശ്നവും അവർ മറന്നു പോകും. അങ്ങനത്തെ ആളുകളുണ്ടാവും. പക്ഷെ അത് വില കൽപ്പിക്കാത്ത ഒരാളടുത്ത് വന്നിട്ട് ഇയാളിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം, ഏതാണ് നമ്മുടെ ലാംഗ്വേജ് എന്നും നമ്മുടെ പാർട്ട്ണറുടെ ലാംഗ്വേജ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ടച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ദൂരെ നിന്ന് ഇങ്ങനെ നിന്റെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയുന്നതിന് പകരം അടുത്ത് വന്നിരുന്നിട്ട് നമ്മളെ ഒന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ എന്ത് പ്രശ്നമായാലും എല്ലാം നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ അത് സോൾവ് ആവുന്ന, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ലവ് ലാംഗ്വേജുകളുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പം നമ്മളെ കൂടെ വന്നിന്ന് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പം ഹസ്ബൻഡുമാരോ അല്ലെങ്കിൽ പൊതുവെ വർക്ക് ചെയ്യുന്നത് ലേഡീസ് ആയതുകൊണ്ട് പറയാണ്, ഇപ്പോൾ ഹസ്ബൻഡുമാർ കിച്ചണിലേക്ക് കയറി ഞങ്ങൾ ഇവിടെ കയറണ്ട കേട്ടോ പണി ഇരട്ടിയാവും എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവും. ചിലർക്ക് അത് കൂടെ നിന്ന് വന്നിരുന്നിട്ട് കൊടുത്താൽ മതിയോ? അവിടെ നിന്നൊടുത്ത് ചിലപ്പോൾ അവിടെ നമ്മളടുത്ത് സംസാരിച്ചാൽ മതി, പണിയൊന്നും എടുക്കണ്ട. അവർ ആ ചെയ്യുന്നതിൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ഒരു ഗ്ലാസ്സോ പ്ലേറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്ത് വെച്ചാൽ മതിയാവും. അത് അവർക്ക് ഭയങ്കര ഇതായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ അവിടെ കൊലായി പോയിരുന്നാൽ എന്താവും, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറയും. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതല്ല, അതൊരു ലാംഗ്വേജ് ആണ് നമ്മൾ അവർക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കുന്നത്. അതിപ്പോൾ നമ്മൾ റീലിലൊക്കെ കണ്ടിട്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിനോട് പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അയാൾക്ക് ഏതാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഏതാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏത് പ്രശ്നവും അവർക്ക് ഈ ഒരു ലാംഗ്വേജിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും.